ഹലോ നമസ്കാരം. എന്തോട്ട് എങ്ങനെ ഈ ചെങ്ങായി ഇൻട്രോ പറയണതിന് മുമ്പ് ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചാണ് കാണിച്ചിട്ട് ഇവൻ എന്നാ ചെയ്യാൻ പോണെന്നായിരിക്കുമല്ലേ. ഇപ്പം പറഞ്ഞുതരാട്ടോ. അതെ, ക്യാരറ്റിനെ പീൽ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കട്ടെ. ക്യാരറ്റിനെ പീൽ ചെയ്ത് മാറ്റണം എന്തിനാന്ന് വെച്ചാൽ ക്യാരറ്റ് കുനുകുനാന്ന് കൊത്തി അരിഞ്ഞ് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാനുള്ളതുകൊണ്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പം അതെ, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ പീൽ ചെയ്തെടുത്ത് ക്യാരറ്റും കൂടെ ചടപടേന്ന് അരിഞ്ഞെടുക്കോട്ടോ. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പലൈനിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൂരിക്കുള്ള ബാജിക്കറി ആട്ടോ. അപ്പോൾ അതെ, നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചേർന്ന് കിഴങ്ങ് അവിടെ ഇരുന്ന് വെന്ത് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. 4ാമത്തെ വിസിലിനാട്ടോ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. 5ാമത്തെ വിസിൽ വന്നതിന് മുമ്പ് സിങ്കിലേക്ക് വെച്ചിട്ട് കുക്കറിനെ പിടിച്ച് ഉരുളക്കിഴങ്ങിനെ സിങ്കിൽ വെച്ചെന്ന പാത്രത്തിലേക്ക് ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടോട് കൂടി അങ്ങനെ തന്നെ അതിൻ്റെ തൊലി അങ്ങോട്ട് ഉരിയണ പരിപാടിയായിട്ട് നടന്നുകൊണ്ടിരിക്കണേ. ചെറിയ ചൂടോട് കൂടി കിള്ളി പൊളിച്ച് കഴിഞ്ഞാൽ എന്നാ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി നടക്കുമെന്ന്, ഇല്ലെങ്കിൽ അതിൻ്റെ പുറകെ ഇരുന്ന് ചിരണ്ടിക്കൊണ്ടിരിക്കേണ്ട വരുമെന്ന്. ഈ ചെങ്ങായി ചൂടോട് കൂടി ഇത് ചെയ്യണ്ടല്ലോ, നമുക്കും ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് അടുക്കളയിൽ കയറി പരിചയമില്ലാത്ത ആൾക്കാരും ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഈ പരിപാടിക്ക് നിൽക്കരുതട്ടാ. ഉള്ളം കൈ ചോന്നു പോകുന്നു. ഇനി ഈ ചെങ്ങായി അങ്ങനെ കാണിക്കണോണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് എനിക്ക് ഇങ്ങനെ പറ്റിയെന്ന് പരാതിയും പറഞ്ഞിട്ട് വന്നേക്കരുക്കട്ടെ പുന്നാര കൂടപ്പുറപ്പുകള്. അപ്പോൾ അതെ, നമ്മൾ ചെറിയ ചൂടോട് കൂടി അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒരു ചെരുവത്തിലേക്ക് എടുത്തിട്ട് ഒരു തവിയും കൊണ്ട് ഉടച്ചു കൊടുക്കുവാട്ടാ. ഇങ്ങനെ ഉടച്ചു കൊടുക്കണേനേക്കാളും നല്ല കൈ കൊണ്ട് ഞെരടി ഇറങ്ങായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണ കാണിക്കേണ്ട ഒരു കൈക്കിൽ ക്യാമറയും ഒരു കയ്യിൽ ഞാൻ ഞെരടും കൂടെ ചെയ്ത് നടപടി ആവില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ കയ്യിലും കൊണ്ട് ഞെരടിയിട്ടത്. അതൊക്കെ കഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കടായിനെ പിടിച്ച് അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ സ്ലോ മോഷനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാട്ടോ. ഈ ചെങ്ങായിട്ട് എന്തൂട്ടെങ്ങാതി ഇങ്ങേര് എപ്പോൾ വെച്ചാലും സൺഫ്ലവർ 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 എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറയതിട്ടാ. പ്രൊമോഷന് വേണ്ടി പറയണൊന്നും അല്ലാന്ന്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് നമ്മൾ ചില സാധനങ്ങൾ കൂട്ടി ഇറക്കുമ്പോൾ വെളിച്ചെണ്ണേക്കാൾ ഏറ്റവും ബെറ്റർ ഈ പറഞ്ഞ മാതിരിയുള്ള ഓയിലുകളാണ്. അങ്ങനെ അതെ, ഓയിൽ ചൂടായി വന്നപ്പോൾ കടുകിനെ പിടിച്ചൊരു തട്ടം വെച്ച് കൊടുത്തു വിട്ടാ. കടുക് അങ്ങോട്ട് ചാഴി തരേണ്ട കടൽ എനിക്കെങ്ങും വയ്യേന്നും പറഞ്ഞ് കടുക് കിടന്ന് പൊട്ടിത്തെറിക്കൽ തുടങ്ങിയിട്ടാ. കടുക് പൊട്ടിത്തെറിച്ചൊരു പരിവായി വന്നതിൻ്റെ പുറകെ തന്നെ നമ്മൾ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മുളകും 2 കഷ്ണം എണ്ണ സാധനത്തിൻ്റെ പേരും പറഞ്ഞില്ല, കറുകപ്പട്ടയും തണ്ടൊടിഞ്ഞ് വാടിക്കിടന്ന കറിവേപ്പിലേനെ പിടിച്ച് എണ്ണയിലേക്ക് ഇട്ടൊരു തട്ടും വെച്ചു കൊടുത്ത് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുത്തുട്ടാ. കറുകപ്പട്ട ഇടണാരും മറക്കാതെ ഇട്ടോട്ടോ, അതിന് ടേസ്റ്റ് വേറെയാന്ന്. അതിൻ്റെ കൂടെ തന്നെ ടിന്നിൽ അടച്ചുമൂടി മാറ്റി വെച്ചിരുന്ന ചെറുജീരയും കൂടി ഇട്ടെടുത്ത് മൂപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന 4 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകുകളും വട്ടത്തിലും നീളത്തിലും കുനുകുന അരിഞ്ഞതെല്ലാം കൂടെ കൂടി ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കട്ടെ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണമെന്ന്, ആ പച്ചമണം ഒന്ന് മാറിയിട്ട കാര്യമുള്ളൂ എന്ന്. പച്ചമണം മാറി വന്നതിൻ്റെ പുറകെ തന്നെ നമ്മൾ കുനുകുനാന്ന് കൊത്തി അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന വലിയൊരു ഉണ്ട സവാള എടുത്തും അരിഞ്ഞു വെച്ചതും കൂടെ കൂടി തട്ടി കൊടുത്തിട്ട് അവസാനം ഒന്ന് പെട്ടെന്നൊന്ന് മാടിക്കിട്ടാൻ വേണ്ടി അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. ഉപ്പ് ഇത് പോരാട്ടോ, ഉപ്പ് കുറേ കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇടേണ്ട വരുമെന്ന്. എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് സെറ്റാക്കി എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ പുറകെ തന്നെ ഇപ്പം തന്നെ വരട്ടെ അടുത്ത സാധനം അതാണ് ഇട്ടുന്നത്. എന്നതായിരുന്നു? നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ചെറിയ ജീരകം എണ്ണയിലിട്ട് മൂപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, പൊടി ഇട്ടിട്ടുണ്ട്. ഇതേ കുറച്ച് ഗരം മസാല. ഗരം മസാല ഞാൻ ഉണ്ടാക്കിയ മസാല അല്ല കേട്ടോ, പുറത്തുനിന്ന് മേടിച്ച മസാലയാണ്. അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഈ ചേർത്ത സാധനത്തിൻ്റെ പേരാണ് മീറ്റ് മസാല. എന്തൂട്ടെങ്ങാതി വെജിറ്റബിൾ കറിയിൽ ഇങ്ങനെ മീറ്റ് മസാലയൊക്കെ തട്ടണമെന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട കേട്ടോ, ആവശ്യം വരും. കാരണം അതിനെ ടേസ്റ്റ് ഇരിക്കുന്നത് ആ സാധനത്തിലാണ്. അങ്ങനെ മസാലയൊക്കെ തട്ടിക്കൊടുത്തൊന്ന് മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മൂത്ത് വന്നപ്പോൾ തന്നെ നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ബാജിക്ക് എന്തായാലും കുറച്ച് ചാറ് പോലെ വേണമല്ലോ. ആ വെള്ളം ഒന്ന് ചൂടായി സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യം തൊലി കളഞ്ഞ് പീൽ ചെയ്ത് സെറ്റ് ചെയ്ത് കുനുകുനാന്ന് കനമുനാന്ന് വെട്ടി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചേർന്ന ക്യാരറ്റിനെ പിടിച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. എണ്ണ ഒഴിക്കാൻ മറന്നാൽ ഉപ്പിടാൻ മറക്കരുതെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ അതിൻ്റെ വേവ് ഏകദേശം ഒരു പരിവം ആയി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിനകത്തേക്ക് ആവശ്യമായിട്ട് മാറ്റി വെച്ചേർന്ന് കയ്യിലും കൊണ്ട് കുത്തി ഉടച്ച് സെറ്റാക്കി വെച്ചേരുന്ന ഉരുളക്കിഴങ്ങിനെ പിടിച്ചൊരു തട്ടങ്ങൾ വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണായിട്ടായി കാണണേ. നല്ല തിള കയറി അങ്ങോട്ട് വന്ന് സെറ്റായ സമയത്തായിട്ട് നമ്മൾ അടുത്ത സാധനം ചേർക്കണത് സ്ലോ മോഷനിൽ ചാടിക്കൊണ്ടിരിക്കണ പശുവും പാലും കേട്ടോ. 1/2 കവർ പാലെടുത്ത് പൊട്ടിച്ചിട്ട് സ്ലോ മോഷനിൽ ഒഴിക്കണായിട്ടേ കാണിക്കണം. ഒഴിക്കണത് സ്ലോ മോഷനിൽ അല്ലെങ്കിലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി സ്ലോ മോഷനിലാക്കി വെച്ചതാണ്. ഏകദേശം ഇത്രയും കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർത്തേക്കണേ ഏകദേശം 500ൻ്റെ പകുതിയായിട്ട് 250 ml ആയിട്ട് ചേർത്തിട്ടുള്ളൂ.
അങ്ങനെ പാലൊക്കെ സ്ലോ മോഷനിൽ ഒഴിച്ച് ഒരു പരിവായി കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ടാ ഇങ്ങനെ ഇതിനും മാത്രം പാൽ ഒഴിക്കണമെന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേ. അര ലിറ്റർ പാലിൻ്റെ പകുതിയെ ചേർത്തിട്ടുള്ളൂ എന്ന്. അങ്ങനെ പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി മിക്സ് ചെയ്ത് സെറ്റാക്കോട്ടോ. ഞാനിവിടെ തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ പറ്റൂലാത്തതുകൊണ്ടാട്ടോ പശുപാൽ ഉപയോഗിച്ചാൽ. തേങ്ങാപ്പാൽ ചിരണ്ടി പിഴിഞ്ഞൊക്കെ പാലെടുക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. അപ്പോൾ പാലും പിഴിഞ്ഞ് റെഡിയാക്കി ഒഴിച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഉപ്പും നോക്കി സെറ്റായി കഴിഞ്ഞിട്ട് നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.